Hello students, we are going to discuss a problem with the graphical solutions for ILPP, which is given as an assignment earlier, and now I think there is a little bit to be discussed about the question. Minimize 4x1 plus 5x2 subject to 3x1 plus x2 greater than or equal to 2, x1 plus 4x2 greater than or equal to 5, 3x1 plus 2x2 greater than or equal to 7, x1, x2 non-negative integers. Integer coordinates list ചെയ്തെടുത്ത് ചിലർക്ക് ആൻസർ ഫൈനൽ ആൻസർ കറക്റ്റ് ആണെങ്കിലും ചില മിസ്റ്റേക്ക് പറ്റിയോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ ആൻസർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാഫ് വരയ്ക്കാം. 3x1 പ്ലസ് x2 ഈക്വൽ ടു 2. വളരെ എളുപ്പമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഗ്രാഫ് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. ലിസ്റ്റ് ഒന്നും എഴുതാതെ തന്നെ വേണമെങ്കിൽ വരയ്ക്കാം. x1 ഈക്വൽ ടു 2/3. 2/3 മീൻസ് 0.20/3. 0.66 something. Suppose that this is 1. 0.5, 0.66 something. Then x1 0 x2 equal to 2. ഇത്രയാണ് നമ്മൾ 1 എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണെങ്കിൽ 2. ആദ്യത്തെ ലൈൻ ഇതാണ്. ഇക്വേഷൻ 1 2 നമുക്ക് രണ്ടാമത്തെ ലൈനേ ഉള്ളൂ. ഞാൻ 1 എന്ന് മാർക്ക് ചെയ്യാം. രണ്ടാമത്തെ ലൈൻ x1 plus 4x2 equal to 5. x1 equal to 5. 2 3 4 5. ഇത് 5. ഇത് 2/3 ആയിരുന്നു നമ്മുടെ. ഇത് y ആക്സിസിലെ 2 ആയിരുന്നു. Then x2 equal to 5/4. 5/4 means 1.2. x1 equal to 5. x2 equal to 1.5/4. 1 10-ലാകുമ്പോൾ 2, പിന്നെ 20-ലാകുമ്പോൾ 5. 1.25. 1.5 ആകുമ്പോൾ ഇവിടെ അതിൻ്റെയും പകുതി 1.25 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഈ ലൈനാണ് നമ്മുടെ രണ്ടാമത്തെ ലൈൻ. മൂന്നാമത്തെ ലൈൻ 3x1 plus 2x2. x1 7/3. 7/3 മീൻസ് 3 6 2 പിന്നെ 10 3 സംതിങ് 2.3. ഇത് 2.3. ഇത് മൂന്നാമത്തെ ലൈൻ്റെ x2 0 ആകുമ്പോൾ. x1 0 ആകുമ്പോൾ 7/2. 7/2 എന്ന് പറയുന്നത് 2 into 3. 3.5 അല്ലേ. അപ്പോൾ ഇത് 3. This is 3.5. ഇത് നമ്മുടെ 3.5. ഇത് 2.7/3 ആയിരുന്നു. 2.10-ല് 3 2.33 എന്നൊക്കെ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഗ്രാഫ്സ്. ദെൻ ഫസ്റ്റ് ലൈൻ 0 greater than or equal to 2. 0ക്ക് പക്കത്തിലേക്കുള്ളൂ. സെക്കൻഡ് ലൈൻ 0 greater than or equal to 5. തേർഡ് ലൈനും 0 greater than or equal to 7. അപ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഞാൻ ആരോ ഇങ്ങനെ ഇട്ട് കാണിക്കാം. ഇൻഡിജർ കോർഡിനേറ്റ്സ് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കാണുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന് പക്കത്തിലേക്കുള്ള റീജിയനാണ് നമ്മുടെ ഫുൾ ആരോ ഇട്ടിട്ടുണ്ട് ഫീസിബിൾ റീജിയൻ. പിന്നെ ഇവിടെ ഉണ്ട്. ഇത് തീർന്നു പോയെന്ന് വിചാരിക്കരുത്, അങ്ങനെ ചിലർക്ക് സംഭവിച്ചു. അതാണ് ഞാൻ പറയാൻ കാര്യം. അപ്പോൾ ഇതുണ്ട്. ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. മറ്റു മഷി ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാവോ നോക്കട്ടെ. അപ്പോൾ ഫീസിബിൾ റീജിയൻ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോവാണ്. അത് ചിലർക്ക് തെറ്റിയോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ കാര്യം. നൗ we have to identify the points. വെർട്ടിസസിൽ നമുക്ക് LPP യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3 വെർട്ടിസസ് മതി. ഏതാണ്?
5 0യും ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനും ഈ പോയിന്റ് 0 7/2 അത് മാത്രം മതി. പക്ഷെ നമുക്ക് ILPPയുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ റൗണ്ട് ഓഫ് കൊണ്ട് നല്ല സൊല്യൂഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ കോർഡിനേറ്റ്സ് ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇത് 5 0 കൊണ്ട് തീർന്നില്ല. ഇവിടെ 6 0 ഫീസിബിൾ റീജിയന്റെ ഭാഗമാണ്. ആണോ ഇല്ലയോ എന്നറിയാൻ 6 0 ഈ ഇക്വേഷനിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 6 കൊടുക്കുമ്പോൾ ഇവിടെ 18, x2 0 ആണെങ്കിൽ 2നേക്കാൾ വലുതാണ്. 6 കൊടുക്കുമ്പോൾ 5നേക്കാളും വലുതാണ്. 18 6 കൊടുക്കുമ്പോൾ 7നേക്കാളും വലുതാണ്. ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ അങ്ങനെയും കൂടി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇനി ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് കിടക്കാണ്. ഞാൻ റെഡ് ഇൻഡു മാർക്സ് ഉപയോഗിച്ച് നമ്മുടെ ഫീസിബിൾ റീജിയനിലെ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദിസ് പോയിന്റ്. ദിസ് ഇന്റർസെക്ഷൻ ഓഫ് 2 and 3. This line is 3, 3.5, 2.3, 7/2, 7/3 ഉണ്ടായിരുന്ന തേർഡ് ലൈന്. 2ഉം 3യും സോൾവ് ചെയ്യണം നമുക്ക്. 2 എന്ന് പറയുന്നത് x1 plus 4x2, അത് ഞാൻ 3x1 plus 12x2 ഈക്വൽ ടു 15 എന്ന് എഴുതാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ 2 ആണ്. 2ഉം 3യും കൂടി സോൾവ് ചെയ്യുക. അടുത്തത് 3x1 plus 2x2 ഈക്വൽ ടു 7. സോൾവ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യുക. 10x2 ഈക്വൽ ടു 8 എന്ന് കിട്ടും. x2 ഈക്വൽ ടു 8/10, ദാറ്റ് ഈസ് 4/5. x2 ഈക്വൽ ടു 4/5. x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഇക്വേഷൻ എളുപ്പം. x1 plus 4x2 അതാണ് എളുപ്പം. x1 ഈക്വൽ ടു 5 minus 4x2, 4/5. That is 25 minus 16 divided by 5, that is 9/5. ഈ കാണുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 9/5, x2 4/5 എന്നുള്ളതാണ് ഈ പോയിന്റ്. 9/5, 4/5. 9/5 1 പോയിന്റേ ഉള്ളൂ, 4/5 1 ഇല്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്റിജർ കോർഡിനേറ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. കറക്റ്റ് ഫിഗർ ആയിരിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. എന്താ അത്ര ശരിയാവുമോ എന്നറിയത്തില്ല. അപ്പോൾ 5 0 ഇവിടുത്തെ ഒരു ഇന്റഗ്രൽ കോർഡിനേറ്റ് ആണ്. അത് കഴിഞ്ഞ് ഇവിടെ 6 വരും, 6 0, then 7 0, 8 0, അങ്ങനെ ഒരു റോ ഉണ്ട്. ഞാൻ ആ പോയിന്റ്സ് എഴുതാം. അപ്പോൾ ആദ്യത്തെ ലൈനിൽ 5 0 ഉണ്ട്, 6 0 ഉണ്ട്, 7 0 ഉണ്ട്. അതെവിടെയാ? എക്സ് ആക്സിസിൽ. y ഈക്വൽ ടു 0യിൽ ഇങ്ങനെ പോയിന്റ്സ് പോകും. ഇനി y ഈക്വൽ ടു 1ൽ അടുത്ത ലൈൻ. y ഈക്വൽ ടു 1ൽ 0 1 ഇല്ല, 1 1 ഇല്ല, 1 1 ഇല്ല. ഇത് നമ്മുടെ 2 ആണ്. 2 1 ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം. 2 1 ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഇവിടെ നോക്കിയിട്ട് കൃത്യം അറിയത്തില്ല, ഏകദേശം തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ സംശയം തോന്നുന്ന പോയിന്റ്സിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. x1 ഈക്വൽ ടു 2, x2 ഈക്വൽ ടു 1. അപ്പോൾ 2 plus 4 6 greater than or equal to 5. This is satisfied for 2 1. ഇനി 3 into 2 6 plus 2 8. ഇവിടെയും സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഇക്വേഷൻ നോക്കില്ല. 3 2 1. 3 into 2 6 plus 1 7. സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മുടെ 2 1 ഇവിടെയാണ് ഏകദേശം. ഈ ഫിഗർ കണ്ടാൽ ക്ലിയർ അല്ലായിരുന്നു. y ഈക്വൽ ടു 1ൽ നമ്മുടെ ആദ്യത്തെ പോയിന്റ് 2 1 ആയിരിക്കും. 2 1 ഉണ്ടെങ്കിൽ പിന്നെ ഉറപ്പാണ് 2 2 അതിലും ഷുവറായിട്ട് നമുക്കുണ്ട്. 3 2 ഉണ്ട്. 2 1, then 3 1 4, sorry, this is 3 1, this is 4 1, this is 5 1, this is 6 1, 2 1 3 1 4 1 5 1 6 1 etc. അങ്ങനെ y ഈക്വൽ ടു 1ൽ പോയിന്റ്സ് ഉണ്ട്. ഇനി y ഈക്വൽ ടു 2 ആകുന്ന, y ഈക്വൽ ടു 1 ആവുന്ന, എല്ലായിടത്തും y കോർഡിനേറ്റ് 1 കണ്ടല്ലോ. y ഈക്വൽ ടു 2 ആകുന്ന പോയിന്റ്സ്, y ഈക്വൽ ടു 2 ഇത്, x ഈക്വൽ ടു 1 വരുമോ എന്നറിയത്തില്ല. 1 2 വരുമോ നമുക്ക് നോക്കണം. 1 2 വരുമോ നോക്കാൻ എല്ലായിടത്തും നോക്കാം. x1 1 3 plus 2 5 ശരിയാണ്. x1 1 x2 2 4 8 സാറ്റിസ്ഫൈഡ് ആണ്. x1 1 3 plus x2 2 3 plus 4 7. 1 കൊടുക്കുമ്പോൾ ഇനിക്വാളിറ്റീസ് എല്ലാം
സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ 1 2 നമുക്ക് റീജിയനിലെ ഒരു ഇന്റഗ്രൽ കോർഡിനേറ്റ് ആണ്. 1 2 ഈസ് എവിടെയാണെന്ന് കൃത്യം അറിയത്തില്ല. ഈ ലൈനിൽ തന്നെയാണോ എന്ന് സംശയമുണ്ട്. അതെ അതെ 3 + 4 = 7 = 7 അല്ല, ഈ ലൈനിന്റെ പാർട്ടാണ് അത് തന്നെ 1 2. ദെൻ പിന്നെയുള്ള ഉറപ്പാ, പിന്നെ 2 2 ഉറപ്പായിട്ടുണ്ട്, 3 2 ഉണ്ട്. അപ്പോൾ അങ്ങനെ 1 2 തുടങ്ങിയുള്ള പോയിന്റ്സ് ഉണ്ട്. 1 2 2 2 3 2 y = 2 ആകുന്ന പോയിന്റ്സ് ആണ് ഞാൻ എഴുതുന്നത്. y = 2 എല്ലാം വന്നോളും. ദെൻ വി സ്റ്റാർട്ട് വിത്ത് y = 3. y = 3 ആദ്യം വരാവുന്നത് 0, മറ്റേതില്ലായിരുന്നു, 0 2 ഒന്നും ഇല്ലായിരുന്നു, നമുക്ക് ഉറപ്പായിരുന്നു. ഇനി 0 3 ഉണ്ടോ? 0 3 എന്ന് പറയുന്ന ഈ പോയിന്റ് ഇല്ല, പിന്നെ തൊട്ടടുത്തുണ്ട്, അത് കാണുമ്പോഴേ അറിയാം. ദെൻ 1 3 അല്ലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ കുറെ കൂടെ കറക്റ്റായിട്ട് കിട്ടും. എന്തെങ്കിലും ഇതുപോലുള്ള 2 1 2 ഒക്കെ കേസിൽ അതുപോലത്തെ സംശയങ്ങൾ എവിടെ ബോർഡറിലാണോ എന്നൊക്കെ തോന്നിയാൽ നിങ്ങൾ ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 3 അത് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ട്, 2 3 2 3 4 3 അങ്ങനെയുള്ള പോയിന്റ്സ് എല്ലാം ഉണ്ട്. y = 4 സ്റ്റാർട്ട് ചെയ്യുന്ന y = 4 1 2 3 4 ഇത് 3.5 അപ്പോൾ ഇവിടെ ഉണ്ട്, y = 4 ദെൻ അതേതാ 0 4 തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഈ ആക്സിസിൽ തന്നെ ഉണ്ട്. 1 4 ഉറപ്പാ, 2 4 അതിലും ഉറപ്പാ, 3 4 ഇവിടെ എങ്ങനെ പോയിന്റ്സ് ഉണ്ട് എല്ലാം ലിസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ പോയിന്റ്സ് ഇവിടെ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഏതാ 0 4 1 4 2 4 എക്സെട്ര. എല്ലാം എഴുതാനൊന്നുമില്ല, നമുക്ക് മിനിമം കണ്ടുപിടിക്കണ്ട, അപ്പോൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. ദെൻ y = 5. y = 5 0 5 എന്നതിലും ഉണ്ട്. ഇനി ആക്സിസിൽ എല്ലാ പോയിന്റ്സ് ഉണ്ട്. 0 5 1 5 2 5 0 5 1 5 2 5 എക്സെട്ര. ഈ കോർഡിനേറ്റ്സ് എല്ലാം പോകും. Now we have to find the minimum. We find the value of the function. ലിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ടേബിളിൽ ലിസ്റ്റ് ചെയ്താൽ. പക്ഷേ ഇതിലെ ലീസ്റ്റ് നിങ്ങൾക്ക് അറിയാം, 4x1 + 5x2 രണ്ടും പോസിറ്റീവ് കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ x2 0 ആയിട്ട് നിൽക്കുക. x1 ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ഏറ്റവും മിനിമം കിട്ടുക 5 0 4 × 5 = പച്ചമഷിക്കുക 4 × 5 = 20. ഇവിടുത്തെ ഫംഗ്ഷന്റെ വാല്യൂ 20. ഇവിടെ എഴുതിയേക്കുന്നത് 4 × 6 24 ആവും. ഇത് 4 × 7 28 ആവും. ഈ കോർഡിനേറ്റ് സെയിം ആ, +0 എന്നാണ് നിൽക്കുന്നത്. ഇവിടെ ആകുമ്പോൾ 4 × x1 + 5 × x2. x2 സെയിം ആ, 1 തന്നെ എല്ലായിടത്തും. ഇവിടെ x2 y എന്നല്ല, x2 = 0 x2 = 1 x2 = 2 x2 = 3. അങ്ങനെ നിങ്ങൾ തിരുത്തി വായിക്കാം കേട്ടോ. x2 = 4 x2 മനസ്സിലായല്ലോ, നമ്മൾ x2 = 5 എന്ന് തിരുത്തി വായിക്കാം. അപ്പോൾ ഇവിടെ എല്ലായിടത്തും 5 ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ മറ്റേത് കൂടി പോവാ, 4 2 8 + 5 13 3 12 + 5 17. ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുക, ഇവിടെ ഇൻക്രീസ് ചെയ്യുക. ഇവിടെ എന്താ 4x1 + 5x2 5 × 2 10 ആണ് എല്ലായിടത്തും രണ്ടാമത്തെ കോർഡിനേറ്റിൽ നിന്ന് വരുന്ന കോഎഫിഷ്യൻ. അപ്പോൾ 4x1 4 + 10 that is 14 8 + 10 18. പിന്നെ ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായി ഈ അറ്റത്തെ മാത്രം മതി. ഇത് 4x1 + 5x2 15 + 4 19 ആയി. പിന്നെയുള്ളത് അതിൽ കൂടുതലായിരിക്കും. 0 4 5x2 20. പിന്നെ 1 4 2 4 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇൻക്രീസ് ചെയ്യാൻ പോവാം. 0 5 5 × 5 25. ഇത് +4 കൂടെ വരും 29. ഇത് +4 കൂടെ വരും. അപ്പോൾ ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്കിനി ഇതിലെ മിനിമം എടുത്താൽ മതി. 20 13 14 ഈ അറ്റത്താ മിനിമം വരിക. 13 14 19 20 25. min_f = 13 അറ്റ് എവിടെയാണ് 13 കിട്ടിയത്? 2 1 2 1 13 ആണ് നമ്മളുടെ
മിനിമം. അപ്പോൾ ഇത് മാത്രം ലിസ്റ്റ് ചെയ്താൽ പോരാ, ഇങ്ങനെ ഇഷ്ടംപോലെ ഇന്റഗ്രൽ കോർഡിനേറ്റ്സ് ഉണ്ട്, അതിലെ ലിസ്റ്റാണ് നമ്മൾ എടുത്തത്. അത് ഈ